നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗുരുവായൂരപ്പന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ 108 ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഐതിഹ്യത്തിൽ പറയുന്നതനുസരിച്ച് ഗുരുവായൂരിലെ പ്രതിഷ്ഠയ്ക്ക് ഏതാണ്ട് 5000 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 1971 നിയമിതമായ ഓർഡിനൻസ് വഴി ഗുരുവായൂർ ക്ഷേത്രഭരണത്തിൻ്റെ നിയന്ത്രണം കേരള സർക്കാർ ഏറ്റെടുത്തു. പിന്നീട് ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുകയും ഇപ്പോൾ ക്ഷേത്രം വരുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുമാണ്. ശങ്കരാചാര്യർ നിർദ്ദേശിച്ചതും പിന്നീട് ഔദ്യോഗികമായി താന്ത്രികമായി എഴുതപ്പെട്ടതുമായ ആചാരങ്ങൾ അനുസരിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആരാധനകൾ നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് കുംഭത്തിലെ പൂയം നക്ഷത്രത്തിൽ കൊടിയേറ്റോടെ ആരംഭിക്കുന്ന 10 ദിവസത്തെ ഉത്സവം, ചിങ്ങമാസത്തിലെ കൃഷ്ണ ജന്മാഷ്ടമി, ഏകാദശി എന്നിവയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. രാമായണ മാസം ആരംഭിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് നമ്മളിവിടെ എത്തുകയും ഈ വീഡിയോ എടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കല്യാണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഭൂമിയിലെ വൈകുണ്ഠം എന്ന് വിളിക്കപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന കല്യാണങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് തൻ്റെ പിതാവായ പരീക്ഷിത്തിൻ്റെ മരണത്തിന് കാരണമായ തക്ഷകൻ ഉൾപ്പെടെ ലോകത്തിലുള്ള എല്ലാ സർപ്പങ്ങളെയും നശിപ്പിക്കാൻ ജനമേജയ രാജാവ് ഒരു യാഗം നടത്തുകയും ലക്ഷക്കണക്കിന് പാമ്പുകൾ യാഗാഗ്നിയിൽ വീണ് മരിക്കുകയും ചെയ്തു. പക്ഷേ തക്ഷകനെ കൊല്ലുന്നതിന് മുമ്പ് അസ്തിക എന്ന ബ്രാഹ്മണൻ യാഗം നിർത്തി. ലക്ഷക്കണക്കിന് പാമ്പുകളുടെ മരണത്തിന് ഉത്തരവാദിയായ ജനമേജയ രാജാവിന് കുഷ്ഠരോഗം ബാധിക്കുകയും രോഗശാന്തിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും പിന്നീട് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു. അത്രിയുടെ മകനായ ആശ്രയമുനി ജനമേജയ രാജാവിനോട് ഗുരുവായൂരിലെ കൃഷ്ണൻ്റെ കാൽക്കീഴിൽ അഭയം പ്രാപിക്കാൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഹരിയുടെ തെളിച്ചം ഏറ്റവും മികച്ചതാണെന്നും വിഷ്ണു എല്ലാ ഭക്തന്മാർക്കും അനുഗ്രഹം ചൊരിയുമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. ഉടൻ തന്നെ അവിടേക്ക് ഓടിയെത്തിയ അദ്ദേഹം 10 മാസം ഗുരുവായൂരിലെ ദേവനെ ആരാധിച്ചു. 10 മാസത്തിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായി മാറുകയും വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. തുടർന്ന് ഗുരുവായൂരിൽ ഒരു സമ്പൂർണ്ണ ക്ഷേത്രം നിർമ്മിക്കാൻ രാജാവ് തീരുമാനിച്ചു. കാലക്രമേണ കേരളം പെരുമാളുകൾ ഭരിച്ചിരുന്ന കാലത്ത് ഈ ക്ഷേത്രം തരം താഴ്ത്തപ്പെടുകയും ദാരിദ്ര്യത്തിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. പെരുമാൾ ഭരണാധികാരികൾ വൈഷ്ണവ ആരാധനാലയങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കൂടുതൽ നൽകിയിരുന്നില്ല. മമ്മിയൂരിലെ ശിവക്ഷേത്രത്തിലാണ് അവർ കൂടുതലായി ശ്രദ്ധിച്ചത്. അങ്ങനെ രാജകീയ രക്ഷാകർത്തം ശിവക്ഷേത്രത്തിലേക്ക് മാറിയതോടുകൂടി ഭക്തരും അങ്ങോട്ടേക്ക് നീങ്ങി. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം പൂർണ്ണമായും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഒരു തിരുമേനി മമ്മിയൂർ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനായി എത്തുകയും സമ്പന്നമായിരുന്നിട്ടും ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തിനോട് ഒന്നുമില്ലാത്ത രീതിയിൽ നടിക്കുകയും അദ്ദേഹത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ വിശുദ്ധൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു ബ്രാഹ്മണ ബാലൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുകയും ചെയ്തു. അങ്ങനെ ഈ വിശുദ്ധൻ്റെ അനുഗ്രഹത്താൽ ഗുരുവായൂർ ക്ഷേത്രം പിന്നീട് കൂടുതൽ ക്ഷേമത്തിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തു. 1716 ഡച്ചുകാർ ഗുരുവായൂരും ക്ഷേത്രവും ആക്രമിക്കുകയും നിധികൾ കൊള്ളയടിക്കുകയും ചെയ്തു. കൂടാതെ അവർ ഗോപുരത്തിന് തീയിടുകയും ചെയ്തു. 1755 ഡച്ചുകാർ തൃക്കുവാനായി ക്ഷേത്രം നശിപ്പിക്കുകയും ബ്രാഹ്മണർ അവിടെ നിന്നും പലായനം ചെയ്യുകയും ചെയ്തു. 1766 മൈസൂരിലെ ഹൈദരാലി ആദ്യം കോഴിക്കോടും പിന്നീട് ഗുരുവായൂരും പിടിച്ചെടുക്കുകയും ചെയ്തു. ക്ഷേത്രം ഒഴിവാക്കുന്നതിനായി ഹൈദരാലി മോചനദ്രവ്യം ആവശ്യപ്പെടുകയും മോചനദ്രവ്യം നൽകിയെങ്കിലും അരക്ഷിതാവസ്ഥ കാരണം തീർത്ഥാടകർ ക്ഷേത്രത്തിലേക്ക് വരാതെയുമായി. മലബാർ ഗവർണർ ശ്രീനിവാസ റാവുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഹൈദരാലി ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. പിന്നീട് 1789 ടിപ്പു സുൽത്താൻ പ്രവിശ്യ ആക്രമിക്കുകയും ടിപ്പു ചെറിയ ആരാധനാലയങ്ങളെല്ലാം നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് തീയിടുകയും ചെയ്തു. പക്ഷേ അന്ന് പെയ്ത മഴ കാരണം ക്ഷേത്രം പൂർണ്ണമായും കത്തി നശിക്കൽ നിന്നും രക്ഷപ്പെട്ടു. 1792 ടിപ്പു തിരുവിതാംകൂറിനോടും ഇംഗ്ലീഷുകാരോടും തോൽക്കുകയും അന്ന് ടിപ്പുവിൻ്റെ ഭരണം പ്രതീക്ഷിച്ച് മണ്ണിനടിയിൽ ഒളിപ്പിച്ച വിഗ്രഹം 1792 പുറത്തെടുക്കുകയും പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. 1859 മുതൽ 1892 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ചുറ്റമ്പലം, വിളക്കുമറ്റം, കൂറ്റമ്പലം, ശാസ്ത ശ്രീകോവിൽ എന്നിവയെല്ലാം പുതുക്കി പണിയുകയും ചെമ്പുപാളികൾ കൊണ്ട് മേൽക്കൂരയെല്ലാം പാകുകയും ചെയ്തത്. അഹിന്ദുക്കൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. കൂടാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കർക്കശമായ ഡ്രസ് കോഡും നിലവിലുണ്ട്. ഇതൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും വിശ്വാസവുമെല്ലാം. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റൊരു ലെവലിലേക്കുമെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.